ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. എ ഹൗസ് ഓഫ് ഡൈനാമിക് പടം കണ്ടു. ഒരു ഗുഡ് പൊളിറ്റിക്കൽ ത്രില്ലർ ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷേ ഇത് ഭൂരിഭാഗം പേർക്ക് ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആവണമെന്നില്ല. പ്രത്യേകിച്ച് ഇതിന്റെ എൻഡിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറിറ്റേഷൻ വരാനും സാധ്യതയുണ്ട്. എന്ന് കരുതി നിങ്ങളിത് മിസ്സാക്കരുത് എന്ന് എനിക്ക് തോന്നാൻ കാരണം ഇതിൽ കുറെ നല്ല എലിമെന്റ്സ് ഉണ്ട്, കുറെ നല്ല കാര്യങ്ങളുണ്ട്, നല്ല ആക്ടേഴ്സ്, നല്ല പെർഫോമൻസ് ഉണ്ട്, മ്യൂസിക്, സ്ക്രീൻ പ്ലേ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റിന് ഒരു ദിവസം ഒരു അൺനോൺ എനിമിയിൽ നിന്നുള്ള ഒരു മിസൈല് അമേരിക്കൻ മറ്റേ ഓഫീസിൽ അവർ അത് കണ്ടെത്തുകയാണ്. ഒരു മിസൈൽ വിട്ടിട്ടുണ്ട്. ഇത് എങ്ങനെ തടുക്കും? അത് ആണവ മിസൈല് അമേരിക്കയ്ക്ക് അയച്ചിട്ടുണ്ട്. അത് ആദ്യം അവർ വിചാരിച്ചത് കൊറിയക്കാര് ട്രയൽ റൺ അടിച്ചാന്ന് വിചാരിച്ചത്. പിന്നെ മനസ്സിലായി അവർക്ക് ഇങ്ങോട്ട് അവര് കൊറിയക്കാരാവണമെന്നില്ല, ഏതോ ഒരു അൺനോൺ എനിമി അയച്ച മിസൈലാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അത് ആദ്യം മനസ്സിലാക്കുന്നത് വൈറ്റ് ഹൗസിലുള്ള സിറ്റുവേഷൻ റൂം എന്ന് പറഞ്ഞാൽ WHSR എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫാണ് ആദ്യം ഡിറ്റക്ട് ചെയ്യുക. അത് ആ ഒരു പെർസെപ്റ്റീവാണ് നമുക്ക് ആദ്യം കാണിച്ചു തരിക. 3 പെർസെപ്റ്റീവാണ് കാണിച്ചു തരിക. ആദ്യം ഇവര് ഇതിനെക്കുറിച്ച് ഡിറ്റക്ട് ചെയ്യുന്നതും ഇവർക്കത് മനസ്സിലാവും, തുടക്കം തന്നെ മനസ്സിലാവും. പടം തുടങ്ങിയ ഒരു 20 മിനിറ്റ് ആകുമ്പോൾ മനസ്സിലാവും ഈ ആണവ മിസൈൽ നമുക്ക് തടുക്കാൻ പറ്റില്ല എന്ന്. അതായത് അമേരിക്കയിൽ ഒരു ഫേമസ് സ്ഥലത്ത് വന്ന് അത് പതിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, എന്ത് ചെയ്യുക, അതിന് ശേഷമുള്ള പൊളിറ്റിക്കൽ നടപടികൾ എന്താണ്, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള ഒരു ടെൻഷനാണ് ആദ്യത്തെ ഒരു ഇതിൽ കാണിക്കുക പെർസെപ്റ്റീവില്. പിന്നെ അതേ നെക്സ്റ്റ്